പിടിച്ചു നടന്ന ഒരമ്മയുടെ രോദനം. ഭാഗ്യം 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 അമ്മ, ഭാഗ്യം എന്തമ്മ, കാരുണ്യ കാരുണ്യ, ഭാഗ്യം വേണുണ്ണാ, മന്ത്രം ചൊല്ലണോ, വാ ഇളം തുറക്ക്, വാ വാ, മന്ത്രം சொன்னா ഭാഗ്യം വന്നോ, ഭാഗ്യം വന്നാ എനിക്ക് കുഴന്തകളെ കൂട്ടി തിരുമ്പി കൊള്ളാം. ഇതുപോലെ ഇതുപോലെ സ്വപ്നമാകുന്ന ശിലകളെ തള്ളി തള്ളി മുകളിലേക്ക് ഉരുട്ടി കയറ്റി താഴേക്ക് തള്ളിയിട്ടപ്പോ നിങ്ങൾ എന്നെ വിളിച്ചു ഭ്രാന്തനെന്ന്. സാംസ്കാരിക കേരളത്തെ നിന്റെ മക്കളിൽ ആരാണ് ഭ്രാന്തൻ? നിന്റെ മക്കളിൽ ആരാണ് രാജൻ? നീയല്ല, ഞാനാണ് ഭ്രാന്തൻ. ശ്രീദേവി എന്ന പേര് വിശ്വസിച്ച് സ്വന്തം ഭാര്യയെ പോലും അവന്റെ മുമ്പിൽ അടിയറ വെച്ച ഞാനിത് അനാഥനാണ്. ഈ ഭ്രാന്തനൊന്നുമല്ല, വിധിയുമല്ല. ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും പേരിൽ സ്വന്തം വിശ്വാസങ്ങളെ പോലും എരിയിച്ചു കളഞ്ഞ നീ ചതിയനാണ്, വഞ്ചകനാണ്. അതെ, നിർത്ത്. ഇവിടെ ചതിയനെയും വഞ്ചകനെയും തീരുമാനിക്കുന്നത് നമ്മൾ ആരുമല്ല. കണ്ണുള്ളവർ കാണട്ടെ, കാതുള്ളവർ കേൾക്കട്ടെ. കാണാം, എനിക്ക് കാണാം. എന്നാൽ എണ്ണിയാൽ തീരാത്ത സന്തതികളെ കൊന്നു തിന്നുന്നത് കണ്ണാലെ കണ്ടിട്ടും കണ്ണീരൊഴുക്കി സ്തബ്ധമായി നിൽക്കുകയല്ലേ നമ്മുടെ നാട്. ഇത് ദൈവത്തിന്റെ നാടൊന്നുമല്ല, ചെകുത്താന്റെ നാടാണ്. അരുത്, അങ്ങനെ പറയരുത്. സ്വന്തം കുഞ്ഞിന് വേണ്ടി ഇരു കണ്ണുകളും ചൂടുന്നു നൽകിയ അമ്മയുടെ നാടാണിത്. ചിരിച്ച മുഖത്ത് നോക്കി വിറയാർന്ന കൈകളാൽ സ്വന്തം കുഞ്ഞിനെ കൊല്ലേണ്ടത് എങ്ങനെയെന്ന് ചോദിച്ചറിയില്ല അമ്മയുടെ നാടാണിത്. എന്നാൽ നാടൊരു കഥ സാറ്റുമാ. അത് പണ്ട് 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 അസൂയ മുഖ പെരുന്തച്ഛൻ ലാഭസിദ്ധിക്കായി സ്വന്തം മകനെ ഊളിയെറിഞ്ഞു കൊന്ന നാടാണിത്. പക്ഷേ അസൂയ മൂത്ത പെരുന്തച്ഛൻ സ്വന്തം മകനെ കൊന്നേ എന്ന് വിളിച്ചു കൂകാൻ അന്നിവിടെ ഒരു വിദൂഷകനെങ്കിലും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് എനിക്ക് ലജ്ജ തോന്നുന്നു. വായിൽ പഴം തിരികെ വെച്ച സാംസ്കാരിക പരിശകളെ നിങ്ങൾ ഓർക്കുക. അടുത്ത കുരുതി നിങ്ങളിൽ ഒരുവരെയായിരിക്കും. അന്ന് ഞാൻ ഈ ഇലത്തൂരിന്റെ മണ്ണിലൂടെ വിളിച്ച് കൂകും, ഇത് ദൈവത്തിന്റെ സ്വന്തം നാട് തന്നെയെന്ന്. അതുവരെ അതുവരെ നിങ്ങൾ ഓർക്കുക, നിങ്ങൾ ഓർക്കുക, നിങ്ങൾ എങ്ങനെ, നിങ്ങൾ എന്ന്. നന്ദി, നമസ്കാരം.